വേദം കേൾക്കണം, പഠിക്കണം എന്ന് മനസ്സിലാവും. എന്താ വേദം നമ്മളെ അറിയിക്കുന്നത്? ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രം. ഒരൊറ്റ വരിയിൽ വേദത്തെക്കുറിച്ച് പറയാം. ജാതിക്കും മതത്തിനും ഇസത്തിനും പ്രായത്തിനും വർഗ വർണ്ണ ഭാഷ ലിംഗ വ്യത്യാസങ്ങൾക്കും അതീതമായി മാനവരാശിക്ക് സ്വീകരിക്കാവുന്ന സന്ദേശങ്ങൾ മാത്രമുള്ളതാണ് വേദങ്ങൾ. ഒന്നും കൂടി ഞാൻ പറയാം. ജാതി മതം ഇസം പ്രായം വർഗ വർണ്ണ ഭാഷ ലിംഗ വ്യത്യാസങ്ങൾക്കും അതീതമായി, ബിയോണ്ട് ദാറ്റ്. ചില വീടുകളിൽ പോകുമ്പോ തൃപ്പൂണിത്തുറയിൽ 2-3 വീട്ടിൽ കണ്ടു ബിവെയർ ഓഫ് ഡോഗ്സ്. മോളില് മലയാളത്തിലെ നായ്ക്കളെ സൂക്ഷിക്കാം. ആ വീട്ടിലെ വ്യക്തിയെ എനിക്ക് നല്ലോണം അറിയാം. ഞാൻ അയാളെ കണ്ടപ്പോ ചോദിച്ചു, തന്റെ വീട്ടിൽ ശരിക്ക് പട്ടിയുണ്ടോ? അല്ല, താൻ വെറുതെ ബോർഡ് വെച്ചിരിക്കുകയാണ്. വെറുതെ വെച്ചിരിക്കുക സാറേ. അത് വെച്ചാൽ ഒരാളും ഭിക്ഷ ചോദിച്ചോണ്ട് പിച്ചക്കാരൻ വരില്ല. അപ്പോ പട്ടിയുടെ പടമുണ്ട്, 10 രൂപയുടെ ആ ബോർഡ് മാർക്കറ്റിൽ കിട്ടും. അത് വെച്ചാൽ പേടിക്കാനേ ഇല്ല. പട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ ആരും വീട്ടിനകത്തേക്ക് കയറില്ല. ഒരു ബോർഡ് വെച്ചിരിക്കുക. ഞാനൊരു കഥ പറഞ്ഞതല്ല, കണ്ടത് പറഞ്ഞതാ. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? നമ്മള് വേദങ്ങളിലുള്ളത് നമ്മൾ ഇതുവരെ ധരിച്ച അബദ്ധങ്ങളല്ല എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ അടുത്ത നിങ്ങൾക്ക് സൗകര്യം കിട്ടുമ്പോ ഒരു 10-100 സന്ദേശങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. 10-100 സന്ദേശങ്ങൾ പഠിക്കാന്ന് പറഞ്ഞാൽ മാതൃഭൂമി പേപ്പർ വായിക്കുന്നത്രയേ ഉള്ളൂ. കോംപ്ലിക്കേറ്റഡ് അല്ല. നന്മകളെന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്തെല്ലാമാണോ അത് തന്നെയാ വേദത്തിൽ നൽകിയിരിക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, നന്മകളെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പേപ്പർ തന്നു പറയാം, നിങ്ങൾക്ക് നന്മകളെന്ന് തോന്നുന്നത് എഴുതാം. പണ്ട് ഞാനിവിടെ വന്നപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു. തിരുവനന്തപുരത്ത് പോലീസ് IG ഒരു ദിവസം രാത്രി 12 മണിക്ക് എന്നെ വിളിച്ചു. ഗോപാലകൃഷ്ണൻ സാറേ, ഒത്തിരി പ്രോബ്ലം ഉണ്ട്, എനിക്ക് സാറിനെ കാണണം. ഞാൻ പറഞ്ഞു, മണി 12 ഇപ്പൊ നിങ്ങളെങ്ങാനും IG ഡ്രസ്സിൽ എന്റെ വീട്ടിലേക്ക് വന്നാൽ അടുത്തുള്ളവര് വിചാരിക്കും പാതി രാത്രിക്കാ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ റെയ്ഡ് നടന്നിരിക്കണത്. ഞാൻ പണ്ടേ വിചാരിച്ചിട്ടുണ്ട് അയാളുടെ പരിപാടിയിൽ എന്തോ പ്രശ്നമുണ്ട്. ഇന്നലെ പാതി രാത്രിക്കാ പോലീസ് വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം IG പറഞ്ഞു, സാർ അതൊക്കെ അവിടെ ഇരിക്കട്ടെ സാർ, എനിക്കിപ്പോ സാറിന്റെ സൊല്യൂഷൻ വേണം. എന്താ സൊല്യൂഷൻ വേണ്ടത്? ഞാൻ വന്നിട്ട് പറയാം. നമ്മൾ വന്നോളൂ. പോലീസ് ജീപ്പിൽ വരരുത്, പോലീസ് ഡ്രസ്സിലും വരരുത്. പോലീസ് ജീപ്പേ ഉള്ളൂ എങ്കിൽ കുറെ ദൂരെ നിർത്തണം, സിവിൽ ഡ്രസ്സിൽ വരണം. അദ്ദേഹം 10 മിനിറ്റിനകം വന്നതിന് ശേഷം പറഞ്ഞു, എന്റെ ഭാര്യ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വീട് ലോക്ക് ചെയ്ത് ചാവി എടുത്ത് കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു പോയി. വീട് ലോക്ക് ചെയ്ത് ചാവി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ സകല കൺട്രോളും പോകുന്നു സാർ. അപ്പൊ എനിക്ക് തോന്നി, സാറും ഞാനും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എനിക്കൊരു സൊല്യൂഷൻ തരാൻ പറ്റുന്ന ആള് സാറാണ് എന്ന് തോന്നി. എന്നാ വരാൻ പറഞ്ഞു. സൊല്യൂഷൻ തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയണോ. വരാൻ പറഞ്ഞു. വന്ന് അദ്ദേഹം എന്റെ ടേബിളിന്റെ മുമ്പിൽ ഇരുന്നു. ഞാൻ A4 സൈസിൽ ഒരു പേപ്പർ എടുത്ത് നടുക്കൊരു വരയിട്ടിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഭാര്യയുടെ നന്മകള് ഇടതുവശത്ത് എഴുതുക, ഭാര്യയുടെ തിന്മകള് വലതുവശത്ത് എഴുതുക. എന്നിട്ട് പേപ്പർ മറച്ച് നടുക്കൊരു വരയിട്ടിട്ട് നിങ്ങളുടെ നന്മകൾ ഇടത് സൈഡിൽ എഴുതുക, നിങ്ങളുടെ തിന്മകൾ വലത് സൈഡിൽ എഴുതുക. 5-10 മിനിറ്റിനകം ഞാൻ വരാം. ഞാനൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ട് 12:30 മണി ആയതുകൊണ്ട് സാറിനെ കൊണ്ടുവരാം. ഞാൻ വരുന്നതിന് മുമ്പ് അത് എഴുതണം. ഇദ്ദേഹം ഭാര്യയുടെ നന്മകളൊക്കെ എഴുതി. ഞാൻ കാപ്പിയും കൊണ്ടുവരുമ്പോ തിന്മകളൊന്നും എഴുതിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോ അദ്ദേഹം പറഞ്ഞു, സാർ പ്രശ്നം എവിടെയാന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് ഉത്തരവും കിട്ടി, ഞാൻ കട്ടൻ കാപ്പി കുടിച്ച് പോവാണ് സാർ എന്നും പറഞ്ഞ് അത്രയേ ചെയ്തുള്ളൂ. ഞാനൊന്നും സംസാരിച്ചുമില്ല. അദ്ദേഹം പറയും. അപ്പോ മനുഷ്യന്റെ നന്മകൾ എന്തെല്ലാമാണെന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് തോന്നും അത് പറ്റുമോന്ന്. നിങ്ങൾക്ക് പറ്റും. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ സത്യാന്ന പ്രമദിതവ്യം
ധർമാന്ന പ്രമതിതവ്യം ഭൂത്യൈന പ്രമതിതവ്യം കുശലാന്ന പ്രമതിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമതിതവ്യം പിതൃദേവകാര്യാഭ്യാം ന പ്രമതിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ രാഷ്ട്രദേവോ ഭവ. ഇതിനകത്ത് 14 മെസ്സേജ് ഉണ്ട്. 14 മെസ്സേജ്. ഞാൻ 10-100 പഠിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇതിനകത്ത് മലയാളത്തിൽ പഠിക്കാവുന്ന 14 മെസ്സേജ് ഉണ്ട്. അതുകൊണ്ട് ഈ ഐജിക്ക് എങ്ങനെയാണോ മനുഷ്യ നന്മകൾ മനസ്സിൽ വന്നത്, അതേപോലെ നിങ്ങൾക്ക് മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട നന്മകൾ കണ്ടുപിടിക്കാൻ വിഷമമില്ല. ആ നന്മകള് നിങ്ങളിലുണ്ടെങ്കിലും അത് പുറത്തു വരില്ല. മനുഷ്യന് നന്മകളുണ്ടെങ്കിലും പുറത്തു വരില്ല. അങ്ങനെയല്ലേ അതിന്റെ ശരി? ഇപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സില് ദേശീയ ഗാനമില്ലേ? ദേശീയ ഗാനം മനസ്സിലില്ലേ? പുറത്തു വരണുണ്ടോ? വരണില്ല. ഞാനിപ്പോ നിങ്ങളോട് ജനഗണമന അധിനായക പറഞ്ഞാൽ അപ്പൊ പുറത്തേക്ക് വരും. അതെന്താ ഇപ്പൊ ഇത്ര നേരം വരാതെ ഇപ്പൊ വന്നത്? എന്തുകൊണ്ടാ? ഓർമ്മിപ്പിച്ചപ്പോ അത് പുറത്തേക്ക് വന്നു. നിങ്ങൾ ഇപ്പൊ ചിന്തിക്കാത്തൊരു പാട്ട് ഞാൻ പറയട്ടെ. ഞാൻ പാടട്ടെ എന്നല്ല ചോദിച്ചത്, പറയട്ടെ. ഞാൻ പാടിയാ നിങ്ങൾ എഴുന്നേറ്റ് പോകും. അപ്പൊ എന്താണ്? ചക്കരപ്പന്തലിൽ തേൻ മഴ പൊഴിയും. അത് നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? എന്താ പുറത്തേക്ക് വരാത്തത്? മനസ്സിനകത്തുണ്ടെങ്കിലും പുറത്തേക്ക് വരണമെങ്കിൽ അതിന് സാരൂപ്യമായ ഏതെങ്കിലും വരണം. പ്രത്യയ സാരൂപ്യമിതരത്ര. അതുമായിട്ട് ബന്ധം വരണത് വന്നാലേ അകത്തുള്ളത് പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ വേദങ്ങൾ എന്താ നമ്മളോട് പറയുന്നത്? നമ്മളുടെ മനസ്സിലുള്ള നന്മകളെ, നമുക്കറിയാവുന്ന നന്മകളെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് വേദം കേൾക്കണമെന്ന് പറയുന്നത്.